ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കെമിക്കൽ എഞ്ചിനീയർ ഡിസൈൻ എ സിലിണ്ടറിക്കൽ റിയാക്ഷൻ വെസൽ വിത്ത് ഇന്നർ റേഡിയസ് 15 സെന്റിമീറ്റർ. ഒരു സിലിണ്ടറിക്കൽ വെസൽ ഉണ്ട്, അതിന്റെ ഇന്നർ റേഡിയസ് 15 സെന്റിമീറ്റർ. ഓക്കെ. ഹൈറ്റ് 40 സെന്റിമീറ്റർ. ഈ ഒരു വെസലിനകത്ത് ഐഡന്റിക്കൽ സിലിണ്ടർ കൂളിംഗ് ട്യൂബ്, അതിന്റെ ഓരോന്നിന്റെ റേഡിയസ് 4ആണ്. അപ്പൊ 15 ഉള്ളതിനകത്ത് 4 സെന്റിമീറ്റർ ഉള്ള വെക്കുവാണ്. എത്രണ്ണം? 3 അപ്പൊ ഏകദേശം ചുമ്മാ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിനെല്ലാത്തിനും തന്നെ സെയിം ഹൈറ്റും ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെയിം ഹൈറ്റും ആണെന്ന് പറയുന്നുണ്ട്. ദ റിമൈനിങ് സ്പേസ്, അതിന്റെ 75% ഒരു റിയാക്റ്റീവ് സൊല്യൂഷൻ വെച്ച് ഫില്ല് ചെയ്യുന്നു. വാട്ട് ഇസ് ദ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ഡസ് ദ വെസൽ കണ്ടെയ്ൻ? പൈന്റെ വാല്യൂ 3.14 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ പോർഷൻ, അതായത് റിമൈനിങ് പോർഷന്റെ വോളിയം കണ്ടുപിടിക്കണം. റിമൈനിങ് പോർഷന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് സിലിണ്ടറിന്റെ വോളിയം, വലിയ സിലിണ്ടർ, അതായത് പൈ ഇൻറ്റു എച്ച് കോമൺ ആണല്ലോ. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്, ഇത് വലുതിൻ്റെത്. പൈ ഇൻറ്റു എച്ച് ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 3 സിലിണ്ടർ ഉണ്ട് ചെറുതായിട്ടുള്ള, ഇൻറ്റു അതിന്റെ 4 സൈഡ്. ഇത് കുറയ്ക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ ആ ഫ്രീ സ്പേസ് കിട്ടും. അതിന്റെ 75%. 75% എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4. ഇതാണ് ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ 3.14 അങ്ങനെ തന്നെ എഴുതാം. 40 225, 15ന്റെ സ്ക്വയർ 225. 225 നിന്ന് 3 ഇൻറ്റു 16, 48 കുറച്ച് കഴിഞ്ഞാൽ 177 വരും. ഓക്കെ, 177 വരും. പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. ഞാൻ ഒരു പണി ചെയ്യുകയാണെങ്കിൽ ഈ 4 വെച്ചിട്ട് 40നെ കട്ട് ചെയ്യാണ്. അപ്പോൾ 10. ഓക്കെ, 10. അപ്പൊ ഇത്രയും എന്തെന്ന് പറഞ്ഞിട്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കിട്ടും. അത് ചെയ്ത് കഴിയുമ്പോൾ 16,673.4 എന്ന് പറഞ്ഞു കിട്ടും. ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം എങ്കിൽ സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്യണം? ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? നമുക്ക് 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ 1000 സെന്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. അപ്പൊ ഇതിന് 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 16.67 സെന്റിമീറ്റർ. ഇതാണ് ആൻസർ.